പിതൃവാത്സല്യത്തിന്റെയും മാതൃസ്നേഹത്തിന്റെയും എഴുതപ്പെടാത്ത ഏടുകളിലൊന്നിനെ ചീന്തിയെടുത്ത് ഒരു ടർക്കിഷ് കഥാതന്തുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അച്ഛൻ എന്ന കാവ്യസൃഷ്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ ഒരു നാലുകെട്ടിലേക്ക്, അതിലെ ശിഥിലമായ ബന്ധങ്ങളുടെ 3 കോണുകളിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. ദീപം 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 അച്ഛൻ എന്താ ഈ കാണിക്കുന്നത് അച്ഛാ? വിളക്ക് കെടുത്താതെ അച്ഛാ. അമ്മേ, അച്ഛനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോ. മോളുടെ കൂട്ടുകാർ ഇപ്പൊ വരും ഡാൻസ് പ്രാക്ടീസിന്. सबसे प्यारा इस जग में वो सबसे न्यारा, मेरा यीशु सबसे प्यारा इस जग में वो सबसे न्यारा। हे 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 हे, आजा उसे तू चख ले, चख के देख ले, आजा उसे तू चख ले, चख ले, चख के देख ले। मेरा यीशु सबसे प्यारा इस जग में वो सबसे न्यारा, मेरा यीशु सबसे प्यारा इस जग में वो सबसे न्यारा। हे 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 हे, आजा उसे तू चख ले, चख के देख ले, आजा उसे तू चख ले, चख ले, चख के देख ले। ये चांद आसमां के ये तारे, ये धरती ये अंबर सागर सब गहरे, ये सूरज ये चांद आसमां के ये तारे, ये धरती ये अंबर सागर सब गहरे, सब उसने ही है बनाए, आओ मिलके महिमा गाए, सब उसने ही है बनाए, आओ मिलके महिमा गाए। हे 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 हे, आजा उसे तू चख ले, चख के देख ले, आजा उसे तू चख ले, चख ले, चख के देख ले। मेरा यीशु सबसे प्यारा इस जग में वो सबसे न्यारा, मेरा यीशु सबसे प्यारा इस जग में वो सबसे न्यारा। हे 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 हे, आजा उसे तू चख ले, चख के देख ले, आजा उसे तू चख ले, चख ले, चख के देख ले। വാടാ ഇരിക്ക്.
കുറെ കാലമായല്ലോ നിന്നെ ഇതുവഴിയൊക്കെ കണ്ടിട്ട്. മനഃപൂർവ്വം അല്ലടാ, ഈയിടെയായി തീരെ സമയം കിട്ടുന്നില്ല. അതൊക്കെ പോട്ടെ, അച്ഛൻ എന്ത് പറയുന്നു? എന്ത് പറയാനാടാ, ഒരു വ്യത്യാസവുമില്ല, പഴയ പോലെ തന്നെ. മോനിരിക്കെ, ഞാനൊരു ചായ എടുക്കാം. അതൊരു കാക്കയാണ് അച്ഛാ. അച്ഛാ, അതൊരു കാക്കയാണെന്നേ. അച്ഛൻ അകത്തോട്ടെങ്ങാനും പോയിക്കോളൂ. ഓ, അതൊരു കാക്കയാണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അച്ഛൻ അകത്തോട്ടെങ്ങാനും പോയി ഇരിക്കാവോ? പ്രായമായ പിന്നെ ബോധവുമില്ല, വിവരവുമില്ല, മനുഷ്യനെ ശല്യപ്പെടുത്താനായി ഇറങ്ങിക്കോളൂ. പോട്ടടാ, പ്രായമായിട്ടല്ലേ. എന്നാ ഞാൻ പോയിട്ട് പിന്നെ വരാം. ആയിരത്തി 1981 മാർച്ച് 23 പൊന്നമ്പലം ഗവൺമെന്റ് ഹൈസ്കൂൾ വേനലവധിക്കാലം. ഉത്തരപ്പേപ്പുകൾ നോക്കുന്ന തിരക്കിനിടയിൽ ഹരിക്കുട്ടൻ ഏങ്ങിക്കരഞ്ഞുകൊണ്ട് കയറി വന്നു. വിതുമ്പിക്കരയുന്ന ഹരിക്കുട്ടനെ തോളിലേറ്റി ഞാൻ പുറത്തേക്കിറങ്ങി. മൂവാണ്ടന്മാവിന്റെ കൊമ്പത്തിരുന്ന് പാടുന്ന കുയിലിന്റെ പാട്ട്. എത്ര വട്ടം അവൻ ചോദിച്ചു, എത്രയോ വട്ടം ഉത്തരം നൽകി. എത്ര പ്രാവശ്യം ഉത്തരം നൽകിയാലും തീരാത്ത ചോദ്യങ്ങൾ. അങ്ങനെ എത്രയെത്ര സംശയങ്ങൾ, എത്രയോ വട്ടം. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഓർമ്മയാം കുതിരപ്പുറത്തേറി ഞാനൊരു കുതിര സവാരി നടത്തി. ഊർജസ്വലനാമി കുതിരയെ ഞാനെൻ ബാല്യത്തിലേക്ക് നയിച്ചു. സുഖദുഃഖമിശ്രമാം പടവുകൾ താണ്ടിയ കുതിരയൻ ബാല്യത്തിലെത്തി. പൗർണമി നാളിലെ കുളിരേറും രാവിൽ നഗ്നമാം മാറോടു ചേർത്തു പിടിച്ചെന്നെ അമ്പിളി മാമനെ കാട്ടാനിറങ്ങിയ അച്ഛന്റെ രൂപം തെളിഞ്ഞു വന്നു. സംവത്സരങ്ങൾ കൊഴിഞ്ഞു വീണു. ഞാനൊരു മധ്യവയസ്കനായി. കുഞ്ഞായിരുന്നപ്പോഴുണ്ടായിരുന്നൊരാ ദൈവിക ഭാവം പൊലിഞ്ഞു പോയി. ലൗകിക ജീവിത നീർച്ചുഴിയിൽ വീണു സൗമ്യഭാവങ്ങൾ അലിഞ്ഞു പോയി. ജീവിത ദർശന വൈരുദ്ധ്യങ്ങളും ശരിയെന്നുമെന്നൊപ്പമെന്നൊരു തോന്നലും ഊഷ്മളമായൊരാ പിതൃപുത്ര ബന്ധത്തെ ഒത്തിരി ഒത്തിരി കാർന്നു തിന്നു. വാക്കുകളെ പടവാളുകളാക്കി അംഗങ്ങൾ പലകുറി വെട്ടി ഞങ്ങൾ. വാക്കുകളെ പടവാളുകളാക്കി അംഗങ്ങൾ പലകുറി വെട്ടി ഞങ്ങൾ. കാലത്തിൽ
ബാക്കി കിടപ്പു ക്ഷതങ്ങളേറെ. എങ്കിലും ഞാനിന്നുമെന്നുമെന്നച്ഛന്റെ നെഞ്ചു പകർന്നൊരാച്ചോടും ഹൃദയസ്പന്ദന രാഗങ്ങളും കേട്ട് സുരക്ഷിതനായി ആ കരവലയത്തിലൊരു കുഞ്ഞു